നടി വീണ നായരുടെ വിവാഹമോചനം സോഷ്യൽ മീഡിയയിൽ വാർത്തയായി മാറിയിരുന്നു. വീണയുടെ മുൻ പങ്കാളിയും നർത്തകനും ആർജയുമായ അമൻ ഫൈമി വീണ്ടും വിവാഹിതനായതിനു പിന്നാലെ നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കാര്യങ്ങളൊക്കെ ശ്രദ്ധേയമായതുമാണ്. മിഥ്യയായ പ്രതിബിംബങ്ങളെ മറന്ന് തന്നിലേക്ക് മടങ്ങൂ എന്നർത്ഥം വരുന്ന കുറിപ്പാണ് വീണ പങ്കുവച്ചത്. ആ കുറിപ്പ് വൈറലായിരുന്നു. അമൻ രണ്ടാമതും വിവാഹിതനാകുകയും ചെയ്തു. ഇവർ തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം ബിഗ് ബോസ് ഷോ ആണെന്ന പ്രചരണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാൽ ഷോ അല്ല പിരിയാൻ കാരണമെന്നും വ്യക്തിപരമായ കാരണങ്ങളാണെന്നും പറയുകയാണ് വീണ. ആരെങ്കിലും ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി കല്യാണം കഴിക്കുമോ? നമ്മൾ അത്രത്തോളം സ്നേഹിച്ചും സ്വപ്നം കണ്ടുമല്ലേ കല്യാണം കഴിക്കുന്നേ? പിന്നെ ഭാവിയിൽ നമ്മുടെ പ്രശ്നവും തലയിലെഴുത്തും കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ലൈഫിൽ ഇഷ്ടപ്പെട്ട ഒരാളെ വേണ്ടെന്ന തീരുമാനത്തിലെത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകാം. ഞാനിപ്പോൾ കരഞ്ഞാൽ നിന്റെ കരച്ചിലൊക്കെ നിങ്ങൾ ബിഗ് ബോസിൽ കണ്ടതാ എന്നേ പറയൂ. ഈ പറയുന്നൊന്നും ഇപ്പോഴെന്നെ ലെവലേശം ബാധിക്കില്ല. ബിഗ് ബോസ് കാരണമല്ല എൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കുമുണ്ട്. ഞങ്ങൾ പിരിയാൻ കാരണം ബിഗ് ബോസ് അല്ല. ഷോയിൽ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കാരണം എന്നെ വേണ്ടെന്ന് വെക്കാൻ മാത്രം അമ്പാടിയുടെ അച്ഛൻ മോശമല്ല. അയാൾ നല്ല ജെന്റിൽമാനാണ്, നല്ല മനുഷ്യനാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ വേറെയാണ്. കുറേ കാര്യങ്ങളുണ്ട്. കണ്ണനോട് എനിക്ക് അത്രയും ഇഷ്ടമാണ്. പക്ഷേ മുന്നോട്ട് ഭാര്യ ഭർത്താക്കന്മാരായി പറ്റില്ല, അത്രയേ ഉള്ളൂ എന്ന് വീണ പറയുന്നു. ഒരുപക്ഷെ ഇപ്പോഴാണ് കല്യാണം നടന്നിരുന്നെങ്കിലും ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്കറിയാവുന്ന പിള്ളേരോട് പറയും, ദയവ് ചെയ്ത് 30 വയസ്സാകുമ്പോഴേ കല്യാണം കഴിക്കാവൂ എന്ന്. നമുക്കൊരു പക്വത വരാൻ ആ സമയമെടുക്കും. ചില കാര്യങ്ങളിൽ വകതിരിവ് വരാൻ സമയമെടുക്കും. പക്ഷെ ഞാൻ ഹാപ്പിയാണ് എന്നും വീണ കൂട്ടിച്ചേർത്തു. ഒരു യൂട്യൂബ് ചാനലിനോടായിരുന്നു വീണയുടെ പ്രതികരണം.